പുരോഹിതനായതിനു ശേഷം ഒരുപാട് അനുഭവങ്ങളിലൂടെ മനസ്സിലായി ദൈവാലയത്തിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ദൈവിക വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പൈശാചിക ശക്തികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. കാണപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാണപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ അന്തരീക്ഷത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ഓക്സിജൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മാറും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കാണപ്പെടാത്ത നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം കൽപ്പിച്ച അനുഷ്ഠാനങ്ങൾക്ക് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പ്രയോജനങ്ങളുണ്ട്. ഇത് നമുക്കറിയത്തില്ല. തിന്മയുടെ ശക്തികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് വിശുദ്ധന്മാരുടെ പെരുന്നാൾ നടത്തുന്നത്, എന്തിനാണ് കുമ്പസാരിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത്. പിതാക്കന്മാർക്ക് ഇതൊക്കെ പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ടതുകൊണ്ട് അവരിതൊക്കെ ക്രമീകരിച്ചു. ബുദ്ധിയിൽ ചിന്തിക്കുന്നവൻ സ്വന്തം അഭിപ്രായത്തിന് മൂല്യം കൊടുത്തിട്ട് കുമ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കുള്ളൂ, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുമല്ലേ. അങ്ങനെയൊക്കെ ലോകത്തിന്റെ അഭിപ്രായങ്ങളിലേക്ക് പതുക്കെ ആ മനസ്സ് ചേർത്ത് വെക്കാൻ തുടങ്ങും. അങ്ങനെ ചേർത്ത് വെച്ചാൽ നാം അടിമത്തത്തിലേക്ക് പോകും. ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും ആത്മാവിന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്.